നോക്കൂ, നിങ്ങൾ ശിർക്ക് ചെയ്ത ഓരോരുത്തരെയും നോക്കൂ, നിങ്ങൾക്ക് ഈ അവസ്ഥ കാണാം. ഒരു ജാറത്തിൽ പോയി തുടങ്ങും, ഏതെങ്കിലും അസുഖം വന്നു, അടുത്ത അയൽവാസികൾ പറഞ്ഞു ഇന്നോടത്ത് പോയി, പിന്നെ തങ്ങളുടെ അവിടെ ചെന്നാൽ മാറും, അതിനവിടെ പോകും. അവിടെ പോയി ഒന്ന് കുടിക്കും, അവൻ്റെ അസുഖം എന്തോ മാറിയതുപോലെ അവന് തോന്നും, പിന്നെ അത് അടുത്ത അസുഖം, പിന്നെ അത് അടുത്ത അസുഖം. അവിടെ കുട്ടി വീഴുന്നു, അവിടെ കുട്ടീനെ തലടിക്കുന്നു, ഇവിടെ അവൻ അസുഖം. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും റാഹത്തുള്ള ഒരു അവസ്ഥ ശിർക്കിലകപ്പെട്ട ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. എന്തിനും പേടിയാണ്, എവിടെയും പേടിയാണ്. അവനെ പേടിപ്പിക്കാത്ത ഒരു ശബ്ദവുമില്ല. ആ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. എന്തിലേക്ക് ഇറങ്ങുമ്പോഴും പേടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഇഷ്ടപ്പെട്ടത് പ്രയാസമില്ലായ്മയാണ്. ശിർക്കാകട്ടെ ഏറ്റവും കടുത്ത പ്രയാസമാണ്. നീ ദുനിയാവിലെ ഏറ്റവും പരീക്ഷണം ബാധിച്ച വ്യക്തിയെ കാണണം, ശിർക്ക് ചെയ്യുന്ന നോക്കിയാൽ മതി. അവനാണ് ഏറ്റവും വലിയ പരീക്ഷണം. അവന് ദുനിയാവിലെ സർവ്വസമ്പത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വല്ലാഹി, അത് വെറുതെ ഭംഗിവാക്കാൻ ഞാൻ പറഞ്ഞതല്ല, വല്ലാഹി നിങ്ങൾ ചിന്തിച്ചു, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്നിരുന്ന് ഈ മേശയോട് സംസാരിക്കുന്ന നീ കണ്ടാൽ നീ എന്തായിരിക്കും പറയാം? എന്താ പറയാം? ഇത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, അയാൾക്ക് എൻ്റെ തലക്കെന്തോ പ്രശ്നം, അള്ളാഹു അസുഖം ഭേദമായിക്കോട്ടെ. അവൻ തന്നെ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു രൂപത്തിന് മുൻപിൽ പോയി എന്തെങ്കിലും ഒരു വർത്താനാണോ പറയുന്നത്? അല്ല, അവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും ശക്തമായ വികാരം പ്രകടിപ്പിക്കുന്നവൻ്റെ കാര്യമെന്താണ്? ഒരാൾ വെറുതെ വന്നിരുന്നിട്ട് ഈ മേശയോട് എന്തെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ അത് വിഡിത്തമാണ്. പക്ഷേ അവർ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു വെറും വർത്തമാനമല്ല, വിനയോ അവൻ്റെ സ്വന്തം ഭാര്യയോട് പോലും ചിലപ്പോൾ അവൻ പറയാത്ത കാര്യമാണ് ഒരു മൺരൂപത്തിന് മുൻപിൽ പോയി അവൻ പറയുന്നത്. ഇതിനേക്കാൾ വലിയ പരീക്ഷണത്തിൽ അകപ്പെട്ട വേറെ ആരാണ് ഇനിയുള്ളത്? ഒരാളില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്,